ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ PSC ഇപ്പൊ എന്താണ് PSC അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപ്പെടുത്തുന്നത് SSC ERT പാഠപുസ്തകങ്ങളെയാണ്. അപ്പൊ നമ്മൾ എന്താണ് SSC ERT പാഠപുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ക്ലാസ് ആണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോ നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിലെ പാഠപുസ്തകമായിരുന്നു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എന്താണ് 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത് അശ്വതി ടീച്ചർ എടുത്തിട്ടുള്ളത്. ഞാൻ നേരെ എന്താണ് 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, 8ാമത്തെ ചാപ്റ്ററിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും PSCക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുമുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 8 നമ്മൾ എടുക്കും. പക്ഷെ എന്താണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ നേരെ എന്താണ് 9ലേക്ക് ജമ്പ് ചെയ്യുകയാണ്. 8ാമത്തെ ചാപ്റ്റർ എന്താണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കും. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ളതാണ് ആ ചാപ്റ്ററിന്റെ പേര്. എന്താണ്? സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. നിങ്ങളിവിടെ മുകളിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ്? ഒരു ലോറി, ഈ പറയുന്ന ചിപ്സെറ്റിന്റെ ഒരു ഫോട്ടോ, ഒരു ഫാക്ടറി, ലാൻഡ്, ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ ഇതിനെയൊക്കെ ഇതിനെയെല്ലാം നമ്മൾ കോമൺ ആയി വിളിക്കുന്ന ഒരു എന്താണ് ഒരു പേരാണ് ഉൽപാദനോപാധികൾ എന്നുള്ളത്. എന്താണ് ഉൽപാദനോപാധികൾ എന്നുള്ളത്? അതായത് നമുക്കൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഉൽപ്പന്ന ഉപാധികൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു ഉൽപ്പന്നം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിന് ക്യാപിറ്റൽ വേണം, റോ മെറ്റീരിയൽസ് വേണം, പിന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷനുള്ള ഗതാഗത സാങ്കേതിക സംവിധാനങ്ങൾ വേണം, പിന്നെ എന്താണ് ലാൻഡ് വേണം. ഇതെല്ലാം നമുക്കൊരു സംരംഭത്തിന് ആവശ്യമാണ്. ഇത് ഈ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. ഇതൊക്കെ ആരുടെ കൈകളിലാണോ, അതായത് പല സ്ഥലങ്ങളിലും ഇത് പല രീതിയിലാണ്, പല രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് എന്താണ് പല രാജ്യങ്ങളിൽ പല രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ഈ ഉൽപാദന ഉപാധികൾ എന്ന് പറയുന്നത്, അതിന്റെ ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, നൽകപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ചില സ്ഥലങ്ങളിൽ എന്താണ് ഇത് ഒരു സ്വകാര്യ വ്യക്തികളുടെ കയ്യിലായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഈ ഉൽപാദന ഉപാധികൾ എന്ന് പറയുന്നത് എന്താണ് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. ചിലത് എന്തായിരിക്കും, ചിലത് എന്താണ് ഗവൺമെന്റിന്റെ കയ്യിലും എന്താണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരങ്ങളിലാണ്. ചില രാജ്യങ്ങളിൽ എന്താണ് ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത മുഖ്യമായിട്ടും എന്താണ് സ്വകാര്യ വ്യക്തികളിലായിരിക്കും. എന്നാൽ എന്താണ് മറ്റു ചില രാജ്യങ്ങളിൽ ഇവ പ്രധാനമായും പൊതു ഉടമസ്ഥതയിൽ ആയിരിക്കും. വേറെ ചില രാജ്യങ്ങളിലാണെങ്കിലോ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും എന്താണ് ഒരുപോലെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞ എന്താണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥത ആർക്കാണോ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ എന്ത് ചെയ്യുന്നുണ്ട്, 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. നമുക്ക് അവ ഏതെല്ലാമാണ് എന്നുള്ളത് നോക്കാം. സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം എന്ന് പറയും, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയും. മൂന്നാമത്തേത് എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, അതായത്
ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും എന്താണ് നല്ല വശങ്ങൾ കൂടി ചേർന്നുകൊണ്ട് മൂന്നാമതായിട്ട് എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഇതെന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉൽപാദന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണ് ഉൽപാദന ഉപാധികൾ എന്ന് പറയുന്നത്? ഉൽപാദന ഉപാധികൾ എന്ന് പറയുന്നത് ലാൻഡ് ഉണ്ടാകും, ക്യാപിറ്റൽ ഉണ്ടാകും, ടെക്നോളജി ഉണ്ടാകും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളും എന്താണ് പൂർണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഇക്കണോമി എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോ ഈ ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക, പറഞ്ഞാലും മതി. മുതലാളൻ ആഡം സ്മിത്ത്. ആരാണ് ഉത്തരം പറഞ്ഞത്? വിദ്യ. ഓക്കെ, വിദ്യ, വെരി ഗുഡ്. ശരണ്യ അഖിലേഷ്, വെരി ഗുഡ്. ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തെ അതൊന്നും ഈ ബുക്കിൽ ഉണ്ടായില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ എന്താണ് നമ്മൾ പറയുന്നത്, ഈ നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾ എഴുതിയെടുക്കണം. ഇപ്പൊ എഴുതിയെടുക്കാൻ കഴിയില്ലെങ്കിൽ അടുത്തത് എന്താണ്, ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് സമയം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചോദിക്കണം. അപ്പോ ആഡം സ്മിത്ത് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്, ഫാദർ ഓഫ് ക്യാപിറ്റൽ എക്കണോമി എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം വെറും ഫാദർ ഓഫ് ക്യാപിറ്റൽ ഇക്കണോമി എന്ന് മാത്രം അറിയപ്പെടുന്ന വ്യക്തിയല്ല, മറിച്ച് മറ്റെന്താണ്? അദ്ദേഹം ആധുനിക ഇക്കണോമിക്സിന്റെ അല്ലെങ്കിൽ മോഡേൺ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ആഡം സ്മിത്ത് എന്നറിയപ്പെടുന്നത്. എന്താണ്? അദ്ദേഹം ക്യാപിറ്റൽ എക്കണോമിയുടെ പിതാവ് എന്ന് മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇക്കണോമിക്സിന്റെ പിതാവ്, അതായത് മോഡേൺ എക്കണോമിക്സിന്റെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആഡം സ്മിത്തിനെ നമ്മൾ അങ്ങനെ അറിയാനായിട്ടുള്ള കാരണം? അതായത് ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ അത് ഇക്കണോമിക്സ് ആയി മാറുന്നതിന് മുമ്പും ഇത് എന്താണ് നമ്മളുടെ എല്ലാ മണ്ഡലങ്ങളിലും നിലനിന്നിരുന്നു. അന്ന് അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു. എന്താണ്? പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആദ്യകാല രൂപം എന്ന് പറയുന്നത്, രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള രീതി. ആഡം സ്മിത്ത് 1776 അദ്ദേഹം എന്താണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. വെൽത്ത് ഓഫ് നേഷൻസ് PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവാരാണ്, അല്ലെങ്കിൽ എന്താണ് ആഡം സ്മിത്ത്? താഴെ പറയുന്നവയിൽ ആഡം സ്മിത്ത് രചിച്ച പുസ്തകം ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻ. അങ്ങനെയാണ് മിക്ക PSCയുടെ പുസ്തകങ്ങളിലും എന്താണ് ചോദ്യങ്ങളിലും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ പുസ്തകത്തിന്റെ പേര് വെറും വെൽത്ത് ഓഫ് നേഷൻ എന്ന് മാത്രമല്ല, ആൻ എൻക്വയറി ഇൻടു എന്താണ്? ആൻ എൻക്വയറി ഇൻടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളതാണ്. ആൻ എൻക്വയറി ഇൻടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. 1776 അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ലാസേ ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ലാസേ ഫെയർ സിദ്ധാന്തം എന്നുള്ളത് ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിന്റെ പേരെന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അലൗ ടു ഡു, ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്.
ഈ സിദ്ധാന്തത്തിലൂടെയാണ് അദ്ദേഹം ഈ ക്യാപിറ്റലിസത്തിന് സഹായകമാകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മുതലാളിത്ത വ്യവസ്ഥക്ക് ഉതകമാകുന്ന ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. ആ തിയറി ഇങ്ങനെയാണ്, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത് ലാസേ ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ വരവോടുകൂടി അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ വരവോടുകൂടിയാണ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ നിന്നും എക്കണോമിക്സ് വേർപിരിഞ്ഞ് പോകുന്നത്. എന്നാൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേര് ആ ശാസ്ത്രശാഖയ്ക്ക് നൽകിയത് ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേര് ഈ ശാസ്ത്രശാഖയ്ക്ക് നൽകിയ ആഡം സ്മിത്ത് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് രക്ഷിച്ചത്? ആഡം സ്മിത്ത് അല്ല. ഓക്കെ, എങ്കിൽ ആരാണ്? അറിയാവുന്നവർ പെട്ടെന്ന് പറയാട്ടെ, ടൈം കളയണ്ട. നിങ്ങൾ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാകും. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ചോദന നിയമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതായത് ഒരു സാധനത്തിന്റെ ഡിമാൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് ഒരു വസ്തു വാങ്ങാനുള്ള മനസ്സുണ്ടാകുകയും, മനസ്സ് മാത്രമല്ല, ഇത് പുസ്തകത്തിലുള്ള ഡെഫിനേഷൻ അങ്ങനെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു സാധനം വാങ്ങാനുള്ള മനസ്സുണ്ടാകുക ആണെന്ന് കരുതുക. ഈ മനസ്സ് മാത്രമുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ആ സാധനം, അതിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. അത് ഡിമാൻഡ് ആകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അത് പർച്ചേസ് ചെയ്യാനുള്ള മണി കപ്പാസിറ്റി കൂടി ഉണ്ടാകണം. അപ്പോഴാണ് ആ ഡിമാൻഡ് ഉണ്ടാകുന്നത്. ഈ ഡിമാൻഡ് പ്രൈസിന്റെ വിലയെ സ്വാധീനിക്കും. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ്, സാധനങ്ങളുടെ വില കുറയും. ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങളുടെ എന്താണ് വില കൂടും. അതൊക്കെ എന്താണ്, കുറയുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ വില കുറയും എന്നുള്ള എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്കത് അത്യാവശ്യമുള്ളതല്ല. ആൽഫ്രഡ് മാർഷലിനെ നമ്മൾ ഇവിടെ പറഞ്ഞത് കൊണ്ട് മാത്രം അത് നമ്മൾ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം. ലോ ഓഫ് ഡിമാൻഡ് ആരാണ്, അല്ലെങ്കിൽ ആ നിയമം ആരാണ് ഉണ്ടാക്കിയതെന്ന് PSC ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കണം. എന്താണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഈ ആൽഫ്രഡ് മാർഷൽ തന്നെയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ശാഖയ്ക്ക് ആ പേര് നൽകിയത്. ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. പക്ഷെ ആ ഒരു ശാഖ ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഈ ആഡം സ്മിത്ത് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം എന്താണ്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല, തത്വചിന്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം സ്കോട്ട്ലാൻഡ് സ്വദേശിയാണ്. ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും ഉള്ളൂ. എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിക്കും. അവിടെ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേറ്റ് ആയിരിക്കും. ഗവൺമെന്റ് എന്ന് പറയുന്നത് അവിടെ ഗവൺമെന്റിന് അതായത് സാമ്പത്തിക രംഗങ്ങളിലോ മാർക്കറ്റിലോ ഒന്നും ഇടപെടാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. പകരം എന്തായിരിക്കാം? ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ആയിരിക്കും. ക്രമസമാധാന പരിപാലനം മാത്രമായിരിക്കും എന്തെന്ന് പറയുക ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ദ ഫാദർ ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത്തരം അറിയാവുന്നവർ വേഗം പറയാം. നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇതൊന്നും. ഫാദർ ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്നറിയപ്പെടുന്നത് നിങ്ങൾ ആരും ഒരിക്കൽ പോലും ആ പേര് കേട്ടിട്ടില്ല എന്നാണോ? നിങ്ങൾ കാൾ മാക്സ് കേട്ടിട്ടുണ്ടോ? കാൾ മാക്സ്, വെരി ഗുഡ്. കാൾ മാക്സ് ആണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു
തിയറിയാണ് എന്തെന്ന് പറയുന്നത് മിച്ചമൂല്യ സിദ്ധാന്തം. ദ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയും. മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ലേബർ തിയറി ഓഫ് വാല്യൂ. ഒന്നുമില്ല, അദ്ദേഹം ഈ പണം മുടക്കുന്ന മുതലാളിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും അദ്ദേഹം ബോധേടല്ല. ഒരു വസ്തു ഉണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് മിച്ചമൂല്യം വരുന്നത് തൊഴിലാളിയുടെ അധ്വാനത്തെ കുറിച്ച് മാത്രമാണ് കാൾ മാർക്സ് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോ ഈ പറയുന്ന മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്, കാൾ മാർക്സ് എന്ന് പറയുന്നത്. കാൾ മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, അദ്ദേഹത്തെ കുറിച്ച് PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജർമ്മൻ തത്വചിന്തകനായിരുന്നു. മാത്രമല്ല പിന്നുള്ളത് ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിന്റെയാണ്. മൂലധനം എന്ന് മലയാളത്തിൽ പറയും. 1867 മുതൽ 1883 വരെ 3 വാല്യങ്ങളിലായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതി അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. 1848 ഈ കൃതി എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അത് പക്ഷേ കാൾ മാർക്സ് ഒറ്റക്കല്ല, അദ്ദേഹത്തിന്റെ സഖാവായിരുന്ന ഫെഡറിക് എംഗൽസും കൂടി ചേർന്നുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന കൃതി രചിക്കുന്നത്. അപ്പോ എന്താണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഉൽപാദന ഉപാധികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന്റെ കീഴിലായിരിക്കും അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കീഴിലായിരിക്കും. അവിടെ സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഒന്നും എന്തുണ്ടാകില്ല, പ്രാധാന്യം ഉണ്ടാകില്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകുമ്പോൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല ജനക്ഷേമം കൂടി അഡ്രസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ എന്താണ്, 2 സമ്പദ് വ്യവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലായി. ഇനി മൂന്നാമതൊരു സമ്പദ് വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. അത് കുറച്ചുകൂടി എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പൂർണ്ണമായിട്ട് മുതലാളിത്തമല്ല, പൂർണ്ണമായിട്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുമല്ല. ഇതിന് രണ്ടിലും ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് മുതലാളിത്തത്തിന്റെ നല്ല വശങ്ങൾ എടുക്കും, പിന്നെ എന്താണ് ഈ പറഞ്ഞ സോഷ്യലിസത്തിന്റെ നല്ല വശങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ 3 സമ്പദ് വ്യവസ്ഥ, അവിടെ ലാഭമുണ്ടാകും, സ്വകാര്യ സ്വത്തുണ്ടാകും, പക്ഷെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാകും. ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളാണ് നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യാന്നുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നോട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, താഴെ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എന്താണ് കാണാപ്പാടെ പഠിക്കണ്ട, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. കാണാപ്പാടെ പഠിക്കേണ്ട ആവശ്യകതയും ഇല്ല, മനസ്സിലാക്കിയാൽ മാത്രം മതി. നോക്കുക, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്താണ്? ഒരു സംരംഭകന് ഏത് ഉൽപ്പന്നവും എന്ത് ചെയ്യാൻ കഴിയും, എത്ര അളവിൽ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയും. രണ്ടെന്താണ്? സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരിക്കും. സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോ എന്റെ സ്വത്ത് എന്റെ മക്കളിലേക്കും എന്റെ മക്കളുടെ സ്വത്ത് അവരുടെ മക്കളിലേക്കും എന്താണ് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സ്വത്ത് വ്യവസ്ഥിതിയാണ് എന്തെന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത്. നോക്കുക, അടുത്ത എന്താണ്? ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. എന്താണ്?
ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണ് മുതലാളിത്തത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പാരമ്പര്യ സ്വത്ത് പാരമ്പര്യ സ്വകാര്യ സ്വത്തവകാശം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള സ്വത്തവകാശം, അതെന്ത് ചെയ്യണം, പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള ഒരു കമ്പോളം. അതായത് മാർക്കറ്റിൽ യാതൊരുവിധ വില നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണെങ്കിൽ, ഞാൻ മുതലാളിയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുപ്പിവെള്ളം ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 1000 രൂപക്ക് വിൽക്കാം, എന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, തടയുവാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു വില നിയന്ത്രണ സംവിധാനം നിലവിൽ ഇല്ല. എനിക്ക് തോന്നുന്ന സംഭവം തോന്നുന്ന വിലക്ക് എനിക്ക് വിൽക്കുവാനായിട്ട് കഴിയും. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ഇതാണ് വളരെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് അവിടെ ഒരു പരമ അധികാരമുണ്ട്. അതായത് കൺസ്യൂമർക്ക് എന്താണ്, അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതായത് ഞാൻ 1000 രൂപയ്ക്ക് ഇത് വിൽക്കും, അതിനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, അത് വാങ്ങാതിരിക്കുവാനുള്ള അധികാരവും കൺസ്യൂമേഴ്സ് എന്നുള്ള നിലക്ക് നിങ്ങൾക്കുണ്ട്. ഏത് പ്രൊഡക്റ്റ് വാങ്ങണം, ഏത് വാങ്ങണം, എത്ര രൂപയുടെ വാങ്ങണം, ഏത് സാധനം വാങ്ങണം എന്ന പരിപൂർണമായിട്ടും തീരുമാനമെടുക്കുന്നത് ആരാണ്? അവിടെ കസ്റ്റമറാണ്. എന്താണ്? കസ്റ്റമർക്ക് അവിടെ എന്തുണ്ട്, ഒരു പരമാധികാരം ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയിൽ ഉണ്ട്. പിന്നെ എന്താണ്? ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം മുതലാളിത്ത മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഞാൻ ഈ കുപ്പിവെള്ളം ഉണ്ടാക്കി, ഞാൻ 1000 രൂപക്ക് വിൽക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? വില നിയന്ത്രണമില്ല, അതെന്റെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, വാങ്ങാതിരിക്കലോ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ ഞാൻ മാത്രമേ കുപ്പിവെള്ളം ഉണ്ടാക്കി വിൽക്കുന്നുള്ളൂ എന്ന് കരുതുക. നിങ്ങൾ എന്താകും? അവിടെ നിങ്ങൾക്ക് എന്താണ്, ഉപഭോക്താക്കളുടെ പരമാധികാരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് കുപ്പിവെള്ളം വേണമെങ്കിൽ എന്റെ കുപ്പിവെള്ളം നിങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ. 1000 രൂപ ഞാൻ പറഞ്ഞാൽ ആ വില നിങ്ങൾ തരണം. പക്ഷേ മുതലാളിത്ത മാർക്കറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെ ഞാൻ 1000 രൂപക്ക് കുപ്പിവെള്ളം വിൽക്കുമ്പോ നാളെ ഷിജിൻ വന്നിട്ട് എനിക്ക് നിങ്ങൾ 1000 ഒന്നും തരണ്ട, 500 രൂപക്ക് ഞാൻ കുപ്പിവെള്ളം ഇറക്കും എന്ന് പറഞ്ഞിട്ട് കുപ്പിവെള്ളം ഇറക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കസ്റ്റമർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കുറഞ്ഞ വില കിട്ടുന്ന ഷിജിന്റെ കുപ്പിവെള്ളം നിങ്ങൾ എന്ത് ചെയ്യും? വാങ്ങി കുടിക്കും. ഇതാണ് പറയുന്നത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ എന്താണ്, സംരംഭകരുടെ എന്താണ്, ഒരു പരസ്പര മത്സരം മാർക്കറ്റിനകത്തുണ്ടാവും. പിന്നെ എന്താണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ എന്താണ്, വളരെ കുറവാണ്. ക്രമസമാധാന പരിപാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പോലീസ് സ്റ്റേറ്റ്. എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? ലോ ആൻഡ് ഓർഡറും ഡിഫൻസുമാണ്. അതായത് ക്രമസമാധാന പരിപാലനവും വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കലുമാണ്. ഇത്തരം സ്റ്റേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പോലീസ് സ്റ്റേറ്റ് എന്നുള്ളത്. പിന്നെ നമ്മള് നിങ്ങൾക്ക് കിട്ടാത്ത ആളുകൾക്ക് പിന്നെ ആ ക്ലാസ് കിട്ടും. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, എത്രത്തോളം ഉൽപാദിപ്പിക്കണം എന്നുള്ളതിന് ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എന്താണ് കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അവർക്ക് ആവശ്യമുള്ള എണ്ണം മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഉൽപാദിപ്പിക്കേണ്ടുള്ളൂ. അതിന് എന്തൊക്കെ ഘടകങ്ങൾ സ്വാധീനിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇത് നോക്കുക, നമ്മളിപ്പോ അത് നിങ്ങൾ വിടുക, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾ ഒരുവിധ നിയന്ത്രണങ്ങളും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും. അപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുക? എങ്ങനെയാണ് മാർക്കറ്റ് നിയന്ത്രിക്കാൻ കഴിയുക? അവിടെയാണ്
വില സംവിധാനം എന്ന് പറയുന്ന ഒരു ഘടകം മുതലാളിത്ത മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? മുതലാളിത്ത മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതായത് വില സംവിധാനം എന്ന് പറയുന്നത് പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമൊന്നുമില്ല. അതായത് ഒരു വസ്തു, ആ വസ്തുവിന് എന്താണ് ഡിമാൻഡ് ഉണ്ട്, അതിനിപ്പോ എന്താണ് കൂടുതൽ, അതായത് ഇപ്പൊ കുപ്പിവെള്ളം തന്നെ എടുക്കാം. 1000 രൂപയുടെ കുപ്പിവെള്ളം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്വാഭാവികമായിട്ട് എന്റെ കോമ്പറ്റേറ്റേഴ്സ് എല്ലാം, ഞാൻ ഇതിൽ നിന്ന് വലിയ ലാഭമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്റെ കോമ്പറ്റേറ്റേഴ്സ് എല്ലാം കുപ്പിവെള്ളങ്ങൾ കൊണ്ടുവരും. എല്ലാവരും ലാഭം പ്രതീക്ഷിക്കുന്നവരായതുകൊണ്ട് ആരും വില താഴേക്ക് ഇറക്കാനായിട്ടുള്ള സാധ്യതയില്ല. എല്ലാവരും 1000 രൂപക്ക് കുപ്പിവെള്ളം വിൽക്കും. ചില ആളുകൾ അതിൻ്റെ അകത്ത് വില ഫ്ലേവർ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് 10,000 രൂപക്ക് വിൽക്കും. അപ്പോൾ ലാഭം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് ഈ പറയുന്ന സാധനത്തിന് ലാഭം കൂടുതൽ കിട്ടുമ്പോൾ വില കൂടിയ സാധനത്തിന് എന്താണ് ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂട്ടും. എന്താണ്? കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടും. ഈ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂടുതൽ കൂടുന്നു, വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ കൺസ്യൂമർ തീരുമാനിക്കും, ഞാൻ ഇനി ഈ സാധനം വാങ്ങുന്നില്ല. ഇത്രയുള്ള സംഭവം. 1 കിലോ തക്കാളി 500 രൂപയാണെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നാളെ മുതൽ തക്കാളി ഇല്ലാതെ നമ്മൾ തക്കാളി ചമ്മന്തി വരെ ഉണ്ടാക്കും. 500 രൂപ കൊടുത്ത് തക്കാളി വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുമോ? തക്കാളി നമ്മൾ ഒഴിവാക്കും. ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു സമയത്ത് സവാള എന്ന് പറയുന്ന സംഭവത്തിന്, വലിയുള്ളി, അതിനെ എന്ത് സംഭവിച്ചു? വില ഭയങ്കരമായിട്ട് കൂടി. അപ്പോ ഈ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു, നിങ്ങൾ ഈ കപ്പ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ മുകളിൽ ഈ സവാള വിതറി തരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സവാളക്ക് കണ്ടമാനം വില അങ്ങോട്ട് കൂടിയപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ക്യാബേജ് ആക്കി അതിന്റെ മുകളിൽ ഇടുന്ന സാധനം സവാള മാറിയിട്ട് എന്തായി? അത് ക്യാബേജ് ആയിട്ട് മാറി. അപ്പോ ഒരു വില പരമാവധി കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് ചെയ്യില്ല? ആ പ്രൊഡക്റ്റ് വാങ്ങില്ല. അപ്പോ പ്രൊഡക്ഷൻ കൂടി, സാധനങ്ങളുടെ എണ്ണം കൂടി, വില കൂടി, അതൊരു പരിധിയിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്? ഈ വില താഴേക്ക് ഇറക്കേണ്ടതായിട്ട് എന്ത് വരും? ഈ പറയുന്ന ഉൽപാദകന് താഴേക്ക് ഇറക്കേണ്ടതായിട്ട് വരും. ആളുകൾക്ക് സാധനം വാങ്ങാതെ വരുമ്പോൾ എന്ത് ചെയ്യും? സാധനം താഴേക്ക് ഇറക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ നിർത്തേണ്ടതായിട്ട് വരും. ഇവര് കൂടുതൽ ലാഭം ഉണ്ടാക്കും, കൂടുതൽ പ്രൊഡക്ഷൻ നടത്താമെന്ന് വിചാരിച്ചിരിക്കും. ആളുകൾ സാധനം വാങ്ങാതെ വരുമ്പോൾ എന്ത് കിട്ടും? ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രൊഡക്ഷനിൽ കുറവ് വരുത്തേണ്ടി വരും. അത് തന്നെ നേരെ തിരിച്ചും. വില കുറയുന്നു, ഡിമാൻഡ് കൂടുതലാണ്. വില കുറയുന്നു, ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പൊ 1 കിലോ തക്കാളിക്ക് 5 രൂപയുള്ളൂ എന്ന് കരുതുക. നമ്മളെ വീട്ടിലെ എല്ലാ കറിയിലും പിന്നെ തക്കാളി ഉണ്ടാവും, ലാവിഷ് തക്കാളി ഉണ്ടാവും, സ്വാഭാവികമല്ലേ? പക്ഷെ ഈ വില കുറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? സ്വാഭാവികമായിട്ടും കച്ചവടക്കാർക്ക് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ കൃഷിക്കാരനൊന്നും കിട്ടില്ല. അവൻ സ്വാഭാവികമായിട്ടും കൃഷി നിർത്തിവെക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തക്കാളിക്കുള്ള ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇവൻ ഈ പ്രൊഡക്ഷൻ നടത്തിയേ മതിയാവും. ഇവൻ നിർത്തിവെച്ച പ്രൊഡക്ഷൻ ഇവൻ തുടങ്ങേണ്ടി വരും. ഈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഈ വില പയ്യെ മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഈ ഒരു സംവിധാനം ഒരു സർക്കിളായിട്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നത്? ആ മണി എന്ന് പറയുന്ന സംവിധാനത്തെ, അല്ലെങ്കിൽ വില എന്ന് പറയുന്ന സംവിധാനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നീ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്? സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ പൊതുവെ എന്താണ്? അതിന്റെ ഡിമാൻഡ് കുറയും. സംരംഭകർക്ക് എന്താണ്? ഉൽപാദനം കുറയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുമ്പോൾ എന്താണ്? സംരംഭകർ എന്ത് ചെയ്യും? ഉൽപാദനം കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ ആവശ്യക്കാർ കൂടുകയും സംരംഭകർ എന്താണ്? ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിന്റെ ഫലമായി
സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ത് ചെയ്യുന്നു, ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നത് വില സംവിധാനം എന്ന് പറയുന്നത്. അപ്പോ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പല സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സവിശേഷതകൾ ഉള്ളത് പോലെ തന്നെ ലോകത്തിലെ എല്ലാ സംഭവങ്ങൾക്കും എന്തുണ്ട്, മെറിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഡീമെറിറ്റ്സും ഉണ്ടാകും. അപ്പൊ എന്താണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ ഡീമെറിറ്റ് ഉണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പല സവിശേഷതകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും നിലനിൽക്കുന്നത് എന്താണ്, ചിലരുടെ പക്കൽ സമ്പത്ത് കുന്നുകൂടുന്നതിന് വഴിയൊരുക്കുന്നു. ഇത് സമൂഹത്തിൽ എന്താണ്, സാമ്പത്തിക അന്തരം വർദ്ധിക്കുവാനായിട്ട് കാരണമായി മാറും. സ്വാഭാവികമായിട്ടും എന്താണ്, കാശുള്ളവൻ കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങും. അപ്പൊ എന്താണ്, ലാൻഡ് ആയാലും എല്ലാം ആയാലും എന്താണ്, കാശുള്ളവന്റെ കയ്യിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ജനവിഭാഗങ്ങൾ തമ്മിലുള്ള എന്താണ്, സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത് കുറയും, കുറയല്ല കൂടും. അതായത് ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമെടുത്താൽ അവിടെ ഒരുപാട് കോടീശ്വരന്മാരുള്ളത് പോലെ തന്നെ എന്താണ്, അതിന് അനുപാതികമായി തന്നെ എന്താണ്, പിച്ചയെടുത്ത് ജീവിക്കുന്ന, തെരുവിൽ തെണ്ടി ജീവിക്കുന്ന, വളരെ ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന മുതലാളിത്ത രാജ്യത്തിലും ഉണ്ട്. എന്തുകൊണ്ടാണത്? അത് സമ്പത്ത് ഒരു വിഭാഗങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. നോക്കുക, ഇതിന്റെ സവിശേഷതകളാണ്: ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു, സ്വകാര്യ സംരംഭകരുടെ അഭാവം, എന്താണ്, സ്വകാര്യമായിട്ടുള്ള സംരംഭകരുണ്ടാകില്ല, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം. നമുക്ക് എന്താണ്, ഇവിടെ സ്വകാര്യ സ്വത്തുണ്ടാകില്ല, നമുക്ക് മക്കൾക്ക് എന്താണ്, നമ്മളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഇവിടെ ഒരു സാമ്പത്തിക സമത്വം ഉണ്ടാകും. എന്താണ്, ജനങ്ങൾക്കിടയിൽ ഒരു തുല്യമായ വിതരണം ഉണ്ടാകും, ഒരു സാമ്പത്തികമായിട്ടുള്ള സമത്വവും ഉണ്ടാകും. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്? ആസൂത്രണം അഥവാ പ്ലാനിങ്ങിലൂടെയാണ്. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ന് ആസൂത്രണം ചെയ്ത് എന്താണ്, ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും എന്ത് ചെയ്യപ്പെടുന്നു, നടത്തുന്നു. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപാദനം എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എന്തില്ല, പ്രാധാന്യമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്ന് എന്തല്ല, മുക്തമല്ല. എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി എന്താണ്, പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകില്ല. കാരണം എന്താണ്, എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും, എല്ലാ മേഖലയും, സർവത്ര മേഖലയും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. പക്ഷെ ഗവൺമെന്റിന്റെ കയ്യിൽ എന്തില്ല, ഇതിലേക്ക് എല്ലാം മുടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്താണ്, സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് എന്തിനെ ബാധിക്കും? അവരുടെ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി ഗവൺമെന്റിന് അല്ലെങ്കിൽ പൊതുമേഖലക്ക് കുറവായിരിക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല. അതായത് ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ എന്തു പറ്റും എന്ന് പറഞ്ഞാൽ ജനവിഭാഗങ്ങൾ മടിയന്മാരായിട്ട് മാറും. കാരണം സ്വകാര്യ സ്വത്തില്ല. നമുക്ക് എല്ലാവർക്കും ഗവൺമെന്റ് നമുക്ക് ജീവിക്കാനായിട്ടുള്ള പണം തരുമെല്ലാം തുല്യമായിട്ട് വിതരണം ചെയ്യും. അപ്പൊ എന്താണ്, നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കില്ല. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോ നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അവർക്ക് നല്ല പോലെ നോക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താനാണ്, അവർക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ പണി ചെയ്യുന്നത്. അവിടെ അതിന്റെ ആവശ്യകത വരുന്നില്ല. കാരണം എന്താണ്,
സ്വകാര്യ സ്വത്തില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, എല്ലാം സ്റ്റേറ്റിന്റെ അണ്ടറിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ജനങ്ങളിൽ എന്താണ് അധ്വാനിക്കാനുള്ള താല്പര്യത്തിൽ എന്ത് ചെയ്യും? കുറവുണ്ടാക്കും. പിന്നെ എന്താണ്? കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് കമ്പോളത്തിൽ നിന്ന് ലഭിക്കില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ടോ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് വേണമെങ്കിൽ എടുക്കാമെന്നല്ല, ചില ആളുകൾക്ക് എന്താണ് ബിരിയാണി റൈസ് ചോറ് വെച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് എന്താണ് നമ്മളുടെ മട്ട, പാലക്കാട് മട്ട കഴിക്കാനായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് ചപ്പാത്തി, ഗോതമ്പ് ഫുഡ് കഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ സോഷ്യലിസ്റ്റ് രാജ്യത്ത് നിങ്ങൾക്ക് ഞങ്ങൾ പാലക്കാടൻ മട്ട മാത്രമേ അവിടെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾ പാലക്കാടൻ മട്ട കഴിച്ചിരിക്കണം. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇനി മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ. അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഒരു മുതലാളിത്ത രാഷ്ട്രമായിട്ടുള്ള മാറ്റത്തിന്റെ പാതയിലാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയൊന്നും അല്ല ഇപ്പൊ. അതിലായിരുന്നു നമ്മൾ അതിൽ നിന്ന് കവർ ചെയ്ത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയായി മാറുവാനുള്ള യാത്രയിലേക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നോക്കുക, ഇതിന്റെ സവിശേഷതകളാണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബസ്സുകളുടെ കാര്യത്തിൽ പ്രൈവറ്റ് ബസ് ഉണ്ട്, ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിൽ എന്താണ് KSRTC ബസ് ഉണ്ട്. ഇപ്പോ ഫ്ലൈറ്റിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പൊതുമേഖലയായിരുന്നു നമുക്ക് എയർ ഇന്ത്യ ഇപ്പോൾ നമുക്ക് നിലവിലില്ല, അല്ലെങ്കിലും ഉണ്ടായിരുന്ന സമയത്ത് എയർ ഇന്ത്യ ഉണ്ട്, മറ്റെന്താണ് സ്പൈസ് ജെറ്റ് പോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ എന്താണ് എല്ലാ മേഖലകളിലും പൊതുമേഖലയും ഉണ്ടാവും, എന്തുണ്ടാവും, സ്വകാര്യ മേഖലയും ഉണ്ടാവും. മാത്രമല്ല ഇവിടെയും എന്താണ് ഈ ആസൂത്രണം അഥവാ പ്ലാനിങ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്ന സംവിധാനം മിക്സ്ഡ് എക്കണോമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്ത് നൽകുന്നുണ്ട്? പ്രാധാന്യം നൽകുന്നുണ്ട്. മാത്രമല്ല മുതലാളിത്ത വ്യവസ്ഥയിലെ പോലെ സ്വകാര്യ സ്വത്തവകാശത്തിനും എന്താണ് നമ്മളുടെ പാരമ്പര്യമായിട്ട് സ്വത്ത് കൈമാറുന്നതിനുമൊക്കെ എന്താണ് അവകാശം ഉണ്ട്. ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും എന്താണ് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയില്ല. ഈ തിയറി പറയുന്നത് പോലെ ഒരു രാജ്യവുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട്. ആ തിയറിയിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ മാത്രമേ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് ഏറ്റവും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന രാജ്യങ്ങളാണ് USA, UK മുതലായിട്ടുള്ള രാജ്യങ്ങൾ. പക്ഷേ ഈ രാജ്യങ്ങളിൽ എന്താണ് പൂർണ്ണമായിട്ടും മുതലാളിത്തമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അവിടെ ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. മാർക്കറ്റിലായാൽ പോലും അത്യാവശ്യം വേണ്ടുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇടപെടും. അതുപോലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എന്ന് ഇന്ന് പറയപ്പെടുന്ന ചൈനയൊന്നും ശരിക്കും സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട് കൂട്ടാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടുകാർ പറയുന്ന രീതി അനുസരിച്ച് ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ക്യൂബ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. പക്ഷേ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെയൊക്കെ എന്താണ് ഇക്കണോമി ഒരിക്കലും സോഷ്യലിസ്റ്റ് എക്കണോമി അല്ല. അത് ശരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് നേച്ചറുള്ള എക്കണോമിയാണ്. അങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് നേച്ചറുള്ള എക്കണോമി ആയിട്ട് ചൈന മാറിയതിനു ശേഷമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 20-30 വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നത്. അതായത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് അമേരിക്ക എന്നായിരിക്കും. പക്ഷെ ഇന്ന് അമേരിക്കക്കൊപ്പം നിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് എന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യം. നോക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ എന്താണ് സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായി കണക്കാക്കുന്ന ക്യൂബയും ചൈനയും സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിച്ചിട്ടുണ്ട്. അതായത് രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ പലതരങ്ങളിലുള്ള മാറ്റങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 3 എക്കണോമി പഠിച്ചു.
ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇക്കണോമി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഇക്കണോമിയാണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ കേട്ടപ്പോ ഇതിൽ ഏത് എക്കണോമിയാണ് നല്ലത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ അഭിപ്രായം ഞാൻ ക്ലാസിന്റെ അവസാനം പറയുന്നതായിരിക്കും. എല്ലാവരും കമന്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നോക്കുക, മാറുന്ന സാമ്പത്തിക നയം. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി പൊതുവെ എല്ലാ രാജ്യങ്ങളും എന്താണ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശ നിക്ഷേപകരെ സ്വീകരിക്കുവാനും എന്താണ് സർക്കാരുകൾ തയ്യാറാകുന്നു. സാമ്പത്തിക നയങ്ങളുടെ ഫലമായി രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മൂലധനത്തിന്റെയും സാധന സേവനങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിന്റെയും കുത്തൊഴുക്കുണ്ടായി. പുതിയ വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് വിപണിയിലെത്തുന്നു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചുരുക്കം ചില മോഡലുകൾ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്ന് വിവിധ കമ്പനികളുടെ അനേകം മോഡലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ശക്തമായ പൊതുമേഖലയെയും നിയന്ത്രണ വിധേയമായ വിദേശ വ്യാപാരവും നിലനിർത്തിയിരുന്ന ഇന്ത്യയിലും സാമ്പത്തിക നയങ്ങളിൽ എന്തുണ്ടായി? മാറ്റമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മിക്സ്ഡ് എക്കണോമിയിൽ നിന്നും മൂവ്മെന്റിലാണ്. എങ്ങോട്ട്? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആവുന്നതിനുള്ള മൂവ്മെന്റിലാണ് ഇന്ത്യ എന്നുള്ള രാജ്യം. 85 മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 91 അത് ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തത്? നടപ്പിൽ ആക്കി തുടങ്ങിയത്. അപ്പൊ കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കുവാനും വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുവാനും 1991 ആരംഭിച്ച നയം മാറ്റത്തിന് നമ്മൾ ആ റീഫോംസിനെ, ആ ആധുനിക സാമ്പത്തിക നയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് LPG എന്ന് ഷോർട്ട് ഫോമിലാണ് നമ്മൾ വിളിക്കുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതാണ് 1991 നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നടപടികളാണ് ഈ പറയുന്ന LPG റിഫോംസ് അഥവാ ഉദാരവൽക്കരണ സംവിധാനം എന്ന് പറയുന്നത്. LPG എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാരവൽക്കരണം രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1985 മുതൽ ഈ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അതായത് നിങ്ങൾക്ക് പണ്ടറിയാം, നിങ്ങൾക്ക് പണ്ട് പഴയ ചില സിനിമകളിൽ, ഒരു 91 മുകളിലുള്ള സിനിമകളിൽ ഈ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഏറ്റവും ഈ ഭീമാപ്പള്ളി, തിരുവനന്തപുരത്ത് ആ ഭാഗത്തൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പാനസോണിക്കിന്റെ ഒക്കെ സെറ്റ് ഒന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടെന്ന് നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് പുറമെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഗവൺമെന്റ് റൂൾസ് ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഈ 91 ശേഷം ഈ നവ ഉദാരവൽക്കരണ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനു ശേഷമാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വളരെ സുലഭമായിട്ട് നമ്മളുടെ മാർക്കറ്റിൽ ലീഗലായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് തുടങ്ങിയത്. ഈ കള്ളക്കടത്ത് എന്ന് പറയുന്ന വാക്കിന് തന്നെ പിൽക്കാലത്ത് പിന്നീട് അതിന് ചേഞ്ച് തന്നെ വന്നു. കള്ളക്കടത്ത് തന്നെ ഇല്ലാതെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. കള്ളക്കടത്തുകാർ എന്ന് പറയുന്നത് ഇതുപോലെ ടാക്സ് വെട്ടിച്ച് എന്ത് കടത്തുന്നതിനും കള്ളക്കടത്ത്, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതെ ഇത്തരം കപ്പലുകളിൽ കൊണ്ടുവന്ന് തീരദേശ പ്രദേശം വഴി എത്തിച്ച് വിൽക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം നേരിട്ട് ഇവിടെ വിൽക്കുവാനായിട്ട്, കൊണ്ടുവരാനായിട്ട് അത് സാധിക്കില്ലായിരുന്നു. അതൊരു സാഹചര്യമൊക്കെ കേരളത്തിലും നിലനിന്നിരുന്നു. ഉദാരവൽക്കരണം എന്ന് പറയുന്നില്ല, സിമ്പിൾ ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പരിമിതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ഫലമായിട്ട് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കം
ടാക്സും എന്താണ് ഇറക്കുമതി, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട നികുതി കുറച്ചു, ടാക്സുകളൊക്കെ കുറച്ചു, വിദേശ വിനിമയ ചട്ടങ്ങളിൽ എന്താണ് മാറ്റം വരുത്തി, കമ്പോളത്തിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ എന്താണ് വിദേശ നിക്ഷേപം അനുവദിച്ചു, അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. മാത്രമല്ല എന്താണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില മേഖലകളിൽ എന്താണ് സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. അതോടെ എന്താണ് സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു. വിദേശ നാണയ പ്രതിസന്ധി. ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിന്റെ എന്താണ് ഒരു കരുതൽ ശേഖരം ഉണ്ടാവും. അതായത് അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കുന്ന അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളാണ് എന്തെന്ന് പറയുന്നത് കരുതൽ ശേഖരത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുക. സാധാരണയായി ഏകദേശം 10-12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയം എന്താണ് കരുതൽ ശേഖരത്തിൽ എന്താണ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ 1991 കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ എന്താണ് ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വിദേശ വായ്പ സ്വീകരിച്ച് വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത് ഈ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചത്. നോക്കുക, അടുത്തത് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ ആണ്. ഇന്ത്യയിൽ 1991 ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ എന്താണ് സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പോഴും നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൊതുമേഖലകളെ വിറ്റഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ പൊതുമേഖലകളെ വിറ്റഴിക്കുന്ന നയങ്ങൾക്കെതിരായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഈ പൊതുമേഖലകളെ വിറ്റഴിക്കുക എന്ന് പറയുന്ന പരിപാടി 91 കോൺഗ്രസ് തുടങ്ങി വെച്ചതാണ്. നമ്മൾ പറഞ്ഞു മിക്സ്ഡ് എക്കണോമിയിൽ നിന്ന് നമ്മൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയായി മാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ പൊതുമേഖലകളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിറ്റഴിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നമ്മൾ എന്താണ് ഓഹരി വിപണികളിലൂടെ എന്താണ് വിറ്റഴിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ എന്താണ് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ വിറ്റഴിക്കുന്നതിനായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മന്ത്രാലയത്തിന് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സർക്കാരിന് മാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്ന പല മേഖലകളിലും എന്താണ് സ്വകാര്യ മേഖലക്ക് പ്രവർത്തന അനുമതി നൽകി. വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ എന്താണ് സ്വകാര്യ മേഖല സജീവമാണ്. BOT, PPP എന്നീ രീതികളിൽ എന്താണ് സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ കാണാവുന്നതാണ്. പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നതോടെ എന്താണ് സ്വകാര്യവൽക്കരണം ശക്തിപ്പെട്ടു. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ആ മ്യൂട്ട് ഓൺ ആക്കിയാൽ മതി. ഇല്ലാത്ത സമയത്ത് മ്യൂട്ടാക്കി വെക്കുക. 2 തവണയെ പറയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മ്യൂട്ടാക്കാത്ത ആളുകളെ ക്ലാസ്സിൽ നിന്ന് മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ എന്താണ് BOT? നിങ്ങൾ എപ്പോഴും നമ്മളെ നിത്യജീവിതത്തിൽ നിങ്ങൾ കേൾക്കാവുന്ന ഒരു വാചകമാണ് BOT, ടോളുകൾ. അതിന്റെ ഫുൾ ഫോം ഇതാണ്, ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. അതായത് സിമ്പിൾ ആണ്. ഗവൺമെന്റിന് വേണ്ടി ഒരു റോഡ് ഒരു പ്രൈവറ്റ് കമ്പനി നിർമ്മിക്കും. അവര് പണം മുടക്കി ഒരു റോഡ് നിർമ്മിക്കും. അവരവിടെ ടോൾ വെക്കും. ടോൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അവർ നികുതി പിരിക്കും. അവർ നിർമ്മിക്കാൻ ഉപയോഗിച്ച തുകയും അവരുടെ ലാഭവും കഴിഞ്ഞു കഴിയുമ്പോൾ, ഇത്ര വർഷത്തേക്കായിരിക്കും അതിന്റെ കാലാവധി കൊടുക്കുക, അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സംവിധാനം ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഈ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. PPP എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ എന്താണ് നമ്മള് സംരംഭങ്ങൾ ആരംഭിക്കും. ഇപ്പോ സിയാൽ എയർപോർട്ടൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. കൊച്ചിൻ എയർപോർട്ട് അത് ഇത്തരത്തിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും പ്രൈവറ്റ് കമ്പനികളുടെ ഇതിൽ നിന്നും അവരുടെ ഒരു സംയുക്ത സംരംഭമായിട്ട് ആരംഭിച്ചതാണ്. റോഡ്, പാലം മുതലായ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് എന്താണ് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് BOT എന്ന് പറയുന്നത്. ചില സംരംഭങ്ങൾ എന്താണ് സർക്കാരും സ്വകാര്യ സംരംഭകരും എന്താണ് സംയുക്തമായിട്ട് ആരംഭിക്കുന്നു. മുതൽ മുടക്കിനനുസരിച്ചുള്ള ലാഭം പങ്കുവെക്കുന്നു.
കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, സിയാൽ അതിന് ഉദാഹരണമാണ്. അടുത്തത് എന്താണ്? ആഗോളവൽക്കരണം. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതോടുകൂടി എന്താണ്? കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുവാൻ വിദേശ സംരംഭകർ എന്താണ്? തയ്യാറായി. അതിന്റെ ഫലമായിട്ട് എന്താണ്? ആഗോളതലത്തിൽ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് എന്താണ്? രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി. ആഗോളതലത്തിൽ എന്താണ്? തൊഴിലാളികളുടെ പ്രവാഹവും സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും വർദ്ധിച്ചു. അതോടെ എല്ലാ രാജ്യങ്ങളിലും എന്താണ്? ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാ കമ്പോളങ്ങളിലും ലഭ്യമായി. ലോകം ഒറ്റ കമ്പോളമായി മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. കമ്പോള സൗഹൃദ സാമ്പത്തിക നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരുവാനായിട്ട് ഇടയാക്കി. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ രംഗങ്ങളിൽ ഉണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കി. കണ്ടെയ്നറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ എന്താണ്? ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നു. ഈ മാറ്റങ്ങൾ എന്താണ്? ആഗോളവൽക്കരണത്തെ എന്ത് ചെയ്തു? സഹായിച്ചു. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും എന്താണ്? മൂലധനവും സാങ്കേതിക വിദ്യയും താരതമ്യേന കുറവായ പല വികസ്വര രാജ്യങ്ങൾക്കും എന്താണ്? അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ എന്താണ്? വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ എന്താണ്? പരമാവധി കുറക്കുവാൻ തയ്യാറായി. സർക്കാർ നിയന്ത്രണങ്ങൾ എന്താണ്? സമ്പൂർണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നിയോ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള IMF, അതായത് അന്താരാഷ്ട്ര നാണയ നിധി, ലോക ബാങ്ക് അഥവാ വേൾഡ് ബാങ്ക് എന്നിവ എന്താണ്? ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ എന്താണ്? വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ആവിർഭാവവും ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയും എന്ത് ചെയ്തു? ആഗോളവൽക്കരണത്തിന് ആക്കം കൂട്ടി. വേറെ ഒന്നുമില്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ ടെസ്ല എന്ന് പറയുന്ന കമ്പനി. ടെസ്ല അമേരിക്കയിൽ കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, എലോൺ മസ്കിന്റെ. ഇത് അവർ കാർ ഉണ്ടാക്കി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ കാറിന് വില കൂടുതലായിരിക്കും. ആ സ്ഥാനത്ത് ടെസ്ല എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങിയാലോ? ആ കമ്പനിക്കും ലാഭമാണ്. എന്താണ്? അവർക്ക് ഇവിടെ ചീപ്പ് ലേബർ കിട്ടും, ചീപ്പായിട്ട് അസംസ്കൃത വസ്തുക്കൾ കിട്ടും. ഇവിടെ അവരുടെ ഒരു കമ്പനി തുടങ്ങുന്നു, അവർ ഇവിടെ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റിന് അനുസൃതമായിട്ടുള്ള വിലക്ക് ആ സാധനം ഇന്ത്യയിൽ വിൽക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് അവർ ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന ടാക്സ് അടക്കുന്നു. ബാക്കി ലാഭം അവർ എന്താണ്? അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മൂലധനങ്ങളും പല രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നതിന് ഈ പറയുന്ന ഉദാരവൽക്കരണം എന്നുള്ളത് കാരണമായിട്ട് മാറി. അടുത്തത് ലോക വ്യാപാര സംഘടന. രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ ലോക വ്യാപാര രംഗത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് എന്താണ്? പരമാവധി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കിയിട്ട് എന്താണ്? ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? നിലവിൽ വന്നതോടെ ആ ശ്രമങ്ങൾ എന്ത് ചെയ്തു? ശക്തി ആക്കപ്പെട്ടു. 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ എന്താണ്? ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്ത് നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഈ സംഘടന ഇവിടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായിട്ട് കുറക്കുക, സബ്സിഡികൾ കുറക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായിട്ടുള്ള മാധ്യമം, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ എന്ത് ചെയ്യുക? വിദേശ നിക്ഷേപം അനുവദിക്കുക. ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന എന്താണ്? പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. അടുത്തത് ലോകബാങ്കും IMF-ഉം. 1944 ബ്രെട്ടൺ വുഡ് അമേരിക്ക സമ്മേളനത്തിന്റെ തീരുമാന പ്രകാരമാണ്
ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. വാഷിംഗ്ടണാണ് ഇവയുടെ ആസ്ഥാനം. സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾക്ക് സഹായത്തിനായിട്ട് എന്താണ് പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായിട്ട് എന്താണ് അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ എന്താണ് നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികളെല്ലാം തന്നെ എന്താണ് ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. പേറ്റന്റ് എന്താണെന്നുള്ളതാണ്. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് എന്താണ് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ചെറിയൊരു ഭാഗവും കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MNC ആണ്. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ ബഹുരാഷ്ട്ര കമ്പനി. സിമ്പിൾ ആണ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് ആ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അതിന്റെ പല പല ബ്രാഞ്ചുകൾ പല പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഇത്തരം കമ്പനികളെ നമ്മൾ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ MNC എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നു. വലിയ മൂലധനവും ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഇത്തരം കമ്പനികൾ എന്താണ് നവ ഉദാരവൽക്കരണത്തെ ഒരു അവസരമായിട്ട് കണ്ട് ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? വികസ്വര രാജ്യങ്ങളിൽ മൂലധനം നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും തങ്ങൾക്ക് അനുകൂലമാക്കി എന്ത് ചെയ്തു? അവ ഉപയോഗിച്ചു. ചില ബഹുരാഷ്ട്ര കമ്പനികളുടെ വിറ്റുവരവ് ചെറിയ വികസ്വര രാജ്യങ്ങളുടെ ചില ബഹുരാഷ്ട്ര കമ്പനികളുടെ വിറ്റുവരവ് പല ചെറിയ വികസ്വര രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തെക്കാൾ എന്താണ് കൂടുതലാണ് എന്നുള്ളത് കാണാം. രാജ്യങ്ങളുടെ ആഭ്യന്തര നയങ്ങളും നിയമങ്ങളിലും എന്താണ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് എന്താണ് പലപ്പോഴും കഴിയുന്നുണ്ട്. രാഷ്ട്രീയത്തെ സ്വാധീനിക്കുവാൻ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കഴിയും. നമ്മൾ ഉദാഹരണം നോക്കി പുറത്തേക്കൊന്നും പോകേണ്ട. നമ്മളുടെ രാജ്യത്ത് ഏത് ഭരണാധികാരി വന്നാലും ധീരുഭായ് അംബാനിക്കും ഇനി എന്താണ് ഈ പറയുന്ന അദാനിക്കുമൊക്കെ ഉണ്ടാകുന്ന സ്വീകാര്യത, അവർക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ ഇവയൊക്കെ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത് അവർക്ക് ഗവൺമെന്റ് തലത്തിലുള്ള സ്വാധീനത്തിന്റെ ചിലവാണ്. ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ചിലപ്പോൾ എന്താണ് ഒറ്റയടിക്ക് ഇന്ത്യയിലേക്ക് മൊത്തമായിട്ട് ഒരു കമ്പനിയായിട്ട് അവർ തുടങ്ങിയല്ല. ചിലപ്പോൾ എന്താണ് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുമായിട്ടൊക്കെ എന്താണ് ടൈഅപ്പുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഴയ മാരുതി സുസുക്കി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാം. മാരുതി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയും സുസുക്കി എന്ന് പറയുന്നത് എന്താണ് ഒരു ജപ്പാൻ കമ്പനിയുമാണ്. പഴയ ഹീറോ ഇന്ത്യൻ കമ്പനിയാണ്. ഹോണ്ട എന്താണ് ജപ്പാനീസ് കമ്പനിയാണ്. ബഹിരാകാശ കമ്പനികൾ പലപ്പോഴും എന്താണ് പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് എന്ത് ചെയ്യുന്നത് ഉൽപാദനം ആരംഭിക്കുക. അതുവഴി പ്രാദേശിക കമ്പനികളുടെ ഉൽപാദന വിതരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വേഗത്തിൽ ഉൽപ്പന്നം കമ്പോളത്തിൽ എത്തിക്കുവാനായിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കഴിയും. പ്രാദേശിക കമ്പനികൾക്കാകട്ടെ എന്താണ് കൂടുതൽ മൂലധനവും ഉയർന്ന സാങ്കേതിക പരിജ്ഞാനവും എന്താകുന്നു ലഭ്യമാവുന്നു. മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണ് ഉൽപാദനം നിയന്ത്രിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ എന്ത് ചെയ്യുന്നു ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു സ്വന്തം ബ്രാൻഡ് നാമത്തിൽ എന്ത് ചെയ്യുന്നു വിറ്റഴിക്കുന്നു. ഇതിപ്പോ എല്ലാവരും നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് കേട്ടോ. ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഇപ്പോ പല കമ്പനികളും എന്താണ് ഔട്ട്സോഴ്സാ കൊടുക്കുന്നത്. നമുക്കൊരു മിഠായി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്കൊരു ഫാക്ടറി ഉണ്ടാകണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഇത് ലോക്കലായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ എന്താണ് അവർക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് നമ്മൾ മിഠായി ഉണ്ടാക്കുന്നു. വേറൊരു സ്ഥലത്ത് കവർ നിർമ്മിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരിൽ എന്താണ് ഇത് കൊടുത്തിട്ട് നമ്മൾ കവറുകൾ ഉണ്ടാക്കുന്നു. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ ഒരു ബ്രാൻഡ് അടിച്ചിട്ട് അത് വിൽപ്പനയ്ക്ക് വെക്കുന്നു. നമ്മളുടെ ഇവിടെ ഇറങ്ങുന്ന പല കമ്പനികളുടെ ഷൂകളും ഒക്കെ അവരുടെ കമ്പനി നേരിട്ട് ചെയ്യുന്നതൊന്നുമല്ല. കമ്പനി ഒരു ക്വാളിറ്റി പറയും. ആ ക്വാളിറ്റിയിൽ എന്താണ് ഇവിടെ എന്താണ് നമ്മളുടെ ആളുകൾ പല ഇതുകളിൽ നിർമ്മിക്കും. അതിനുശേഷം എന്ത് ചെയ്യും അവരുടെ ബ്രാൻഡ് എന്നുള്ള ആ വാല്യൂവിന് അത് വിൽക്കുകയാണ് പല കമ്പനികളും ചെയ്യുന്നത്. നോക്കുക, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കായിക ഉപകരണങ്ങൾ മുതലായവയുടെ നിർമ്മാണം ഇതിന് ഉദാഹരണമാണ്.
പല രാജ്യങ്ങൾ പിന്നെ എന്താണ് പിന്നെ മറ്റൊരു സംഭവം, പല രാജ്യങ്ങളിൽ പാർട്സുകൾ നിർമ്മിക്കും, ഉണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് അസംബിൾ ചെയ്ത് വിൽക്കുന്ന പരിപാടികളുണ്ട്. നിങ്ങൾക്ക് മൈക്രോമാക്സ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കമ്പനിയാണ്. പക്ഷെ മൈക്രോമാക്സിന്റെ എല്ലാ പാർട്സുകളും ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് മൈക്രോമാക്സ് എന്ന് പറയുന്ന മൊബൈൽ കമ്പനി വിറ്റിരുന്നത്. അടുത്തത് കമ്പോളവൽക്കരണമാണ്. പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് എന്താണ് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പോളത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായ, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവയെ പല പുതിയ മേഖലകളിലും എന്താണ് കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള പല സ്ഥാപനങ്ങൾക്കും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിന്റെ ഭാഗമായി മാറി. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ എന്താണ് കമ്പോളത്തിലെ ലഭ്യമാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രവണതയാണ് എന്തെന്ന് പറയുന്നത് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് എന്താണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങളുണ്ട്. അനുകൂലമായവ എന്താണ് വൈവിധ്യമാർന്നിട്ടുള്ള വിൽപ്പനകൾ വിപണിയിൽ ലഭിക്കുന്നു. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നു. മത്സരം വർദ്ധിക്കുന്നത് വില കുറയുവാനായിട്ട് കാരണമാകുന്നു. കയറ്റുമതി വർദ്ധിക്കുന്നു. കമ്പനികൾക്ക് എന്താണ് വിദേശ വിപണികളിൽ പ്രവേശിക്കുവാൻ കഴിയുന്നു. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള വാദം എന്താണ് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം നടക്കുന്നു. ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നു. സമ്പദ്ഘടനയെ നിയന്ത്രിക്കുവാനുള്ള സർക്കാരിന്റെ കഴിവ് കുറയുന്നു. തൊഴിൽ സുരക്ഷിതത്വം എന്നുള്ളത് ഇല്ലാതെയാകുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയുവാനായിട്ട് ഇടയാക്കുന്നു. അതൊക്കെ വെറുതെ പറയുന്നുണ്ടോ? പൊതുമേഖലനേക്കാൾ കൂടുതൽ വരുമാനം പ്രൈവറ്റ് മേഖലയിൽ നിന്ന് സർക്കാരിന് കിട്ടും. അപ്പൊ എന്താണ്, ഇത്രയുമാണ് ഇന്നത്തെ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് സ്പീഡിലാണ് ക്ലാസ് എടുത്തതെന്ന് അറിയാം, പക്ഷെ ഒരു ചാപ്റ്റർ ഒരു ദിവസം 1 മണിക്കൂറിൽ തീർക്കണം. ഈ അത്രയും പറ്റാത്ത സംഭവം മാത്രമേ 2 ദിവസമൊക്കെ ആയിട്ട് ഒരു ക്ലാസ്സിൽ വെക്കുകയുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ കുറവുള്ളൂ, പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ എന്താണ് നിങ്ങൾക്ക് വായിച്ചു നോക്കുവാനുള്ള കാര്യങ്ങളാണ്. വായിച്ചു നോക്കി വെറുതെ മനസ്സിലാക്കുവാൻ മാത്രമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. സ്പീഡിൽ പോയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ട പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ എന്താണ് 2 ക്ലാസ്സിലേക്ക് ഏറ്റെടുക്കും. ഇല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്താണ് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് തീർക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സ്പീഡിൽ ഓടേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സ്ലോ ആയിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതിൽ മിക്ക ആളുകളും മിക്സഡ് എക്കണോമിയാണ് വളരെ നല്ല എക്കണോമി എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മുതലാളിത്ത എക്കണോമിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്റെ സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഒരാൾ പോലും സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ സങ്കടം. ഒരാൾ പോലും സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല. വളരെ നല്ല കാര്യം. ഞാൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ആളാണ്. അതാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമിയൊക്കെ ഈ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ. അതായത് പറയുമ്പോൾ ജനക്ഷേമവും കാര്യമൊക്കെയാണ്, പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതാണ് ഈ പറയുന്ന ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഒരു പ്രശ്നം. സോഷ്യലിസ്റ്റ് എക്കണോമി ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ അല്ല. ജനക്ഷേമമൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് നല്ല രസമായിരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ അല്ല. ലോകത്ത് ഇന്ന് വളർന്ന രാജ്യങ്ങളെല്ലാം എന്താണ് നോർത്ത് കൊറിയ സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. അവിടെ ഉൻചേട്ടൻ തീരുമാനിക്കും എന്തുണ്ടാക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നൊക്കെ ഉള്ളത്. അത് മറ്റൊരു പ്രത്യേകതയാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ. അപ്പൊ എനിക്ക് താല്പര്യം മുതലാളിത്ത മാർക്കറ്റിനോടാണ്. ലാഭം മുതലാളിത്ത മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മുതലാളിമാരും അതൊക്കെ ഭയങ്കര എല്ലാം
നല്ലൊരു സംഭവമാണെന്നുള്ളതല്ല. മുതലാളിമാർ എന്താണ് പണ്ട് അടിമ കച്ചവടം നടത്തിയിരുന്നു, മനുഷ്യനെ വിറ്റിരുന്നു കാശിന് വേണ്ടിയിട്ട് മുതലാളിമാർ. അത് മുതലാളിത്തത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. പക്ഷേ മുതലാളിത്തം കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നു, പരിഷ്കരിക്കപ്പെടുന്ന ഒരു ആശയമാണ്. പണ്ട് അവർ അടിമക്കച്ചവടം നടത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിന്നും അടിമക്കച്ചവടം നടത്തുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് മുതലാളിത്തം തയ്യാറാണ്. സോഷ്യലിസം പോലെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ എന്തല്ല, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല മിക്സഡ് എക്കണോമി ആണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടായില്ല. മുതലാളിത്ത മാർക്കറ്റിന് അല്ലെങ്കിൽ മുതലാളിത്ത എക്കണോമിക്ക് ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായമാവുള്ളൂ. നിങ്ങൾ വേറൊന്നും വേണ്ട, നിങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ 1991 വരെ ഇന്ത്യക്കുണ്ടായ വളർച്ചയും 91 ശേഷം ഇന്ത്യക്കുണ്ടായ വളർച്ച മാത്രം നോക്കിയാൽ മതി. 91 ശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം വളർച്ച നേടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സാർ ഒരു കാര്യം ചോദിക്കാണ്ടേനോ?